നമസ്കാരം. ഡേ 10 ബിഗ് ബോസും കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ ആയിരുന്നു. അതായത് ഫ്രിഡ്ജ് എടുത്ത് വെക്കുക, ആ ഫ്രിഡ്ജിനകത്ത് സാധനങ്ങൾ ഏറ്റവും കൂടുതൽ നിറയ്ക്കുന്ന ആൾക്ക്, അതായത് 6 പേര് പുറത്തു പോകാൻ നിൽപ്പുണ്ടല്ലോ, അനീഷും ഇങ്ങനെ കുറേ പേര്, അവർക്ക് പോയിന്റ് കൂടുതൽ കിട്ടും. അപ്പം അതിനകത്ത് രസകരമായിട്ട് തോന്നി, വേണമെങ്കിൽ പൊക്കോട്ടെ എന്ന രീതിയിലാണെന്ന് തോന്നുന്നു. ചിലര് സൂട്ട് കേസ്, ബ്ലാങ്കറ്റ്, ടെഡി ബെയർ ഒക്കെ എടുത്ത് വെക്കാനായിട്ട് ബെന്നിയും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗെയിം കുറച്ച് അത് ഫുളിഷ് ഗെയിം ആയിപ്പോയി അങ്ങനെയൊക്കെ ഉള്ളവർക്ക്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു, എനിക്ക് കിട്ടിയൊരു നന്നായില്ല എന്നൊക്കെ കുറിച്ച്. അവസാനം ബിഗ് ബോസ് ഈ തീരുമാനം എടുത്ത് നറുക്കെടുപ്പിലൂടെ എടുത്തു. പക്ഷെ അത് മനീഷിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അനീഷ് ഉദ്ദേശിച്ച പോലുള്ള ആൾക്കാരെ അല്ല കിട്ടിയിരിക്കുന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ രേണുസുധിയുടെ കസിൻ PR വർക്ക് നിർത്തിയെങ്കിലും പുറത്ത് ആൾക്കാർ ഇഷ്ടം പോലെ PR വർക്ക് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. കാരണം റീൽസ് ഒക്കെ കാണുമ്പോൾ കാണാം, രേണുസുധിയാണ് ഏറ്റവും ആദ്യം വലിയ ഗ്രാഫും ഒക്കെ കാണിക്കുന്നു. അനീഷ് പക്ഷെ ഭയങ്കര ഡെസ്പാണ് കേട്ടോ. അനീഷിന് ഒരു തോന്നലുണ്ടായി തുടങ്ങി തോന്നുന്നു, ഞാൻ ഈ കളി കളിച്ചാലൊന്നും രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല, ഫൈനലെത്തുമില്ല, ഫൈനൽ 5-ൽ പോലും എത്തില്ല എന്നൊക്കെ ഒരു തോന്നൽ. പുള്ളി എന്തോ ആ പാടെ അങ്ങ് ഭയങ്കര ആകുലതകളും ഒക്കെയാണ്. പിന്നെ സരിതയും കെബിയും പിന്നെ ബെന്നിയും കൂടെയുള്ള അതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. ചേച്ചി ഞാൻ അങ്ങനെ ചെയ്യുമോ, ചേച്ചി ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, ചേച്ചി അങ്ങനെ, ചേച്ചി ഇങ്ങനെ, ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ബിന്നി സരിതയെ ഒത്തിരി കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒക്കെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു ഇന്നലെ നടന്നത്. എന്തായാലും കൊള്ളാം. ഞാൻ ഈ ബിഗ് ബോസ് കാണുന്നത് ആര്യൻ, ജിസൽ, അനീഷ്, പിന്നെ നിവിൻ, ഇവരൊക്കെ ഉള്ളത്, അവരാണ് എനിക്ക് കുറച്ച് അതിനകത്ത് രസകരമായിട്ട് തോന്നുന്നത്. ബാക്കിയുള്ള ഒന്നും അത്ര ഈ പറഞ്ഞ പോലെ ആദിൽ നൂറൊക്കെ ആണെങ്കിൽ ഒരു ഗെയിം, അതായത് ഒരു സേഫ് ഗെയിം കളിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ല അവരൊന്നും ഒരു കാര്യങ്ങളും അങ്ങനെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അതിനകത്തുണ്ടായില്ല. പിന്നെ അവർ തമ്മിലുള്ള കുറേ ഇഷ്യൂസ് ഒക്കെ അവർ പറയുന്നു. പിന്നെ ഇന്നലെ സംഭവിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 3 പേര് അവരുടെ അനുഭവങ്ങൾ പറയും. അതിനകത്ത് നിവിനും അഭിലാഷിൻ്റെയും കഥ എല്ലാവരെയും കരയിച്ചു കേട്ടോ. സരികയുടെ കഥയും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും അവർ രണ്ടുപേരും, സരിക അച്ഛനെക്കുറിച്ച് നല്ലത് പറഞ്ഞപ്പോൾ ഇവർ രണ്ടും പറഞ്ഞത് അച്ഛനെക്കുറിച്ച് വളരെ മോശമായിട്ട്, അതായത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വേഴ്സ്റ്റ് 2 അച്ഛന്മാരായിരുന്നു അവർക്ക് കിട്ടിയെന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു ഇന്നലെ നടന്നത്. ഇന്നിപ്പോൾ എന്താ നമുക്ക് നടക്കുമ്പോൾ, ഇന്നാണ് ലാസ്റ്റ്, ഇന്ന് നമുക്ക് കണ്ടേ പറ്റൂ. ഇന്നാണ് 2 പേരെ അജ്ഞാതവാസത്തിന് വിടുന്ന ദിവസമാണിന്ന്. ഇന്ന് ഓർത്തോണം. അപ്പം ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് തീരുമാനമായിട്ടുണ്ട്. അപ്പം ഇന്ന് അജ്ഞാതവാസത്തിന് വിടുന്ന ആ 2 പേര് ആരാണെന്ന് ഇന്നത്തെ ഗെയിമിലൂടെ നമുക്കറിയാം.